കഠിനാധ്വാനവും അർപ്പണബോധവും അച്ചടക്കവും ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃക്കാക്കരയിൽ സംഘടിപ്പിച്ച PT തോമസ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലഘട്ടം വിവര സാങ്കേതിക വിദ്യയുടെ വലിയ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും അതിവിപുലമായ വളർച്ച പ്രയോജനപ്പെടുത്തി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ലോകത്തിന് സംഭാവനകൾ നൽകാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. പരീക്ഷാ പേടിയെ ധൈര്യപൂർവ്വം നേരിടണമെന്നും തോൽവികളിൽ തളരാതെ ജീവിതത്തിൽ നന്മയുടെ പാത തിരഞ്ഞെടുത്ത് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. തുടർന്ന് ആഭ്യന്തരമന്ത്രി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോരാട്ടങ്ങളുടെ ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ പ്രസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. +2 10ാം ക്ലാസ് പരീക്ഷയിലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവർക്കും 100% വിജയം കൈവരിച്ച സ്കൂളുകൾ, മികച്ച അധ്യാപകർ എന്നിവർ അടക്കമുള്ളവർക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ താരം ആസിഫ് അലി മുഖ്യാതിഥിയായി. കൊച്ചി കോർപ്പറേഷൻ മേയർ VK മിനിമോൾ, തൃക്കാക്കര നഗരസഭാ ചെയർമാൻ റാഷിദ് ഉർണപ്പള്ളി, എറണാകുളം റൂറൽ SP അശ്വതി എന്നിവർ പങ്കെടുത്തു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് വഴി അവർക്ക് ഭാവിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് വളർന്നു വരാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ നൽകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസരം, അംഗീകാരം ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പ്രോത്സാഹനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുകൾ ഉണ്ടാകും. ആ വഴിത്തിരിവുകളാണ് നമ്മളെ ഓരോ തലങ്ങളിലേക്ക് എത്തിക്കുന്നത്. +2 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണം. നന്മയുടെ പാതയുണ്ട്, തിന്മയുടെ പാതയുണ്ട്. നന്മയുടെ പാത തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നത്. ഈ ഹോളിൽ നിൽക്കുന്ന നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഈ ഹോൾ വിട്ടു പോകുന്നതിന് മുമ്പ് തീരുമാനിക്കണം എന്താണ് നാളെ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം. ആ ലക്ഷ്യത്തിലേക്കും ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനും വേണ്ടി ഉള്ള കഠിനാധ്വാനമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം.